നിരതെറ്റുന്ന നേതൃത്വവും വർത്തമാനകാല ദുരന്തങ്ങളെന്ന് മനസ്സിലാക്കി പുതുതലമുറക്ക് ദിശാബോധവും നേതൃത്വ പാഠവും പകർന്നു നൽകി അവരെ ഉത്തമ പൗരവന്മാരാക്കി മാറ്റുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ സംഘടനയ്ക്ക് രൂപം കൊടുത്തതെങ്കിലും പിൽക്കാലത്ത് ജീവകാരുണ്യ പ്രവർത്തന മേഖലയിലേക്ക് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ പറിച്ചു നടുകയായിരുന്നു. കണ്ണീരുപ്പ് വറ്റാത്ത ഗദ്ഗത കണ്ഠങ്ങളിൽ നിന്നുയരുന്ന ആർത്തനാദങ്ങൾക്കും ദീനരോധനങ്ങൾക്കും അറുതി വരുത്തുവാനുള്ള ഞങ്ങളുടെ എളിയ ശ്രമത്തിന് നിങ്ങൾ ഏവരുടെയും സഹായ സഹകരണം ഉണ്ടാകണമെന്ന് വിനയപുരസ്സരം ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഒരു കാലഘട്ടത്തിൽ കുതിരക്കുളമ്പടികളാലും പട്ടാള മേധാവികളുടെ സിംഹഗർജനങ്ങളാലും മുഖരിതമായിരുന്ന പ്ലാസ് ഡാംസ് അഥവാ പട്ടാളത്തിന്റെ പരിശീലന കേന്ദ്രം എന്നറിയപ്പെടുന്ന മയ്യഴി മൈതാനിയിലേക്ക് സബർമതിയുടെ ക്ഷണം സ്വീകരിച്ച് ഫ്ലേവേഴ്സ് ഫിയസ്റ്റ എന്ന ഭക്ഷ്യമേളയിൽ പങ്കെടുക്കുവാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ വിശിഷ്ടാതിഥികൾക്കും നല്ലവരായ നാട്ടുകാർക്കും സഹോദരി സഹോദരന്മാർക്കും കൊച്ചുകുട്ടികൾക്കും അവർക്ക് അകമ്പടി സേവിച്ചെത്തിയിട്ടുള്ള രക്ഷിതാക്കന്മാർക്കും പത്രദൃശ്യമാധ്യമ പ്രവർത്തകന്മാർക്കും സബർമതി മാഹിയുടെ 100 ആശംസകൾ, 100 ആശംസകൾ, 100 ആശംസകൾ. വളരെ വളരെ സന്തോഷമുണ്ട് ഈ ഒരു സായാഹ്നത്തിൽ നിങ്ങൾ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ. 1.5 വർഷം മുമ്പ് എന്ന് വേണം പറയാൻ. കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ ഈ സംഘടന നടത്തിയ ഫുഡ് ഫെസ്റ്റിവലാണ്, വാണിജ്യമേളയാണ് ഇന്നിവിടെ നടക്കുന്ന ഭക്ഷ്യവാണിജ്യമേളയ്ക്ക് പ്രചോദനമായത് എന്നുകൂടി പറയാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. തീർച്ചയായും നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, നമ്മുടെ സംഘടന ഒരു കൊച്ചു സംഘടനയാണെങ്കിൽ കൂടി അതിലുപരി ഞങ്ങളുണ്ടാക്കിയ ഓർഗനൈസിംഗ് കമ്മിറ്റി അല്ലെങ്കിൽ സംഘാടക സമിതി, ഡോക്ടർ VK വിജയൻ സാറിൻ്റെ നേതൃത്വത്തിലുള്ള സംഘാടക സമിതി വളരെ കരുത്താർജിച്ച പ്രവർത്തനങ്ങൾ നടത്തുന്നതിൻ്റെ ഭാഗമായാണ് ഈ പ്രവർത്തനങ്ങൾ ഇത്രയും നിലയിൽ എത്തിക്കാനും പ്രവർത്തിക്കാനും നമുക്ക് സാധിക്കുന്നത്. നിങ്ങളായി എത്തും എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ പറയട്ടെ, ഇത് മാഹിയുടെ മുഴുവനായ ഒരു ഉത്സവമായി ഞങ്ങൾ കാണുന്നു. തീർച്ചയായും ഈ ഉത്സവത്തിൻ്റെ എല്ലാ വിജയവും നിങ്ങളുടെ സഹായം, നിങ്ങളുടെ സഹകരണം ഒന്നുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചുമതലയായ സ്വാഗത ഭാഷണത്തിലേക്ക് പ്രവേശിക്കട്ടെ. അതുകൊണ്ട് തന്നെ ഈ പരിപാടിയുടെ എല്ലാമായി നിങ്ങൾ എല്ലാ ദിവസവും ഉണ്ടായിരിക്കണമെന്ന് മാത്രമല്ല, എല്ലാവരും ഉണ്ടാവുന്നതോടൊപ്പം തന്നെ ഇത്തരം രാവുകൾ ഇനിയും ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനവും സഹായവും സഹകരണവും ഒക്കെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് സുസ്വാഗതം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. സബർമതിയുടെ മുഖ്യ രക്ഷാധികാരിയായ ഫ്ലേവേഴ്സ് ഫിയസ്റ്റ ജനറൽ കൺവീനർ വിജയൻ മാസ്റ്ററെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായി നമ്മുടെ റീജിയണൽ അഡ്മിനിസ്ട്രേറ്റർ ശ്രീ D മോഹൻകുമാർ സാറിനെ ഷാളാണി ചാദരിക്കുന്നത്. സബർമതിയുടെ ക്ഷണം സ്വീകരിച്ച് ഇന്നിവിടെ കടന്നു വന്നിരിക്കുന്ന ഷെഫ് ഷാനെ ഷാളാണി ചാദരിക്കുന്നതിനായി ബഹുമാന അതിന് പ്രത്യേക ഒരു കാരണം കൂടിയുണ്ട്. മാഹിയുടെ ഏറ്റവും മനോഹരമായ മയ്യഴിയുടെ അരഞ്ഞാണം എന്ന് വിശേഷിപ്പിക്കാവുന്ന പുഴയോര നടപ്പാത. നമുക്കറിയാം, ഭക്ഷണം പാചകം ചെയ്യുന്നതിന് മുന്നേ ഭക്ഷണക്കാരന്റെ മനസ്സിൽ ആ ഭക്ഷണത്തെ കാണും. അതുപോലെയാണ് നമ്മുടെ മുൻ ആഭ്യന്തരമന്ത്രി ശ്രീ വത്സരാജ്, അദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നിയ ഒരു ആശയമായിരുന്നു. പക്ഷെ അത് ഇത്രയും മനോഹരമാണ് എന്ന് ഇന്നാണ് നമുക്ക് മനസ്സിലായത്. പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അദ്ദേഹം അത് മനസ്സിൽ കണ്ടിരുന്നു. ആ ഒരു വിഷനാണ് ഇന്നത്തെ ഭക്ഷ്യമേളയിലും നമുക്ക് കാണാൻ പറ്റുന്നത്. ചെറുതും വലുതുമായ ഏതൊരു പ്രവർത്തനത്തിലും തൻ്റെതായ ഒരു കയ്യൊപ്പ് ചാർത്തുന്ന സബർമതിയുടെ ആദരണീയനായ മുഖ്യ രക്ഷാധികാരി ശ്രീ വത്സരാജ് അവരുടെ ആദരപൂർവ്വം അധ്യക്ഷ ഭാഷണത്തിനായി ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള എൻ്റെ പ്രിയ സുഹൃത്ത് MLA ശ്രീ രമേശ് പറമ്പ്,
Mahi Administrator Sri D. Mohan Kumar, ഷെഫ് ഷാൻ നമ്മുടെ ഒരു അതിഥിയായി ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. വിജയ് മാസ്റ്റർ, ദിവാനന്ദൻ മാസ്റ്റർ. കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ വർഷമാണ് നമ്മൾ ആദ്യത്തെ പരിപാടി ഇവിടെ നടത്തിയിരുന്നത്. അത് എല്ലാം കൊണ്ടും ഒരു വിജയമാണെങ്കിലും സാമ്പത്തികമായ കുറേ നഷ്ടം അതിനെ കൊണ്ടുണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരാശയം നമ്മൾ പ്രകടിപ്പിക്കുമ്പോൾ അതിൽ ലാഭവും നഷ്ടവും ഉണ്ടാകും. പക്ഷേ ആ നഷ്ടത്തെ ജനങ്ങളുടെ ഹൃദയത്തിൽ ആവാഹിച്ചെടുത്ത് അത് കാണിക്കുന്ന വഴിയിൽ നമ്മൾ നടന്നു പോകുമ്പോൾ, പിന്തിരിഞ്ഞ് നിൽക്കുമ്പോൾ എത്രയോ ആളുകൾ ഇതിൻ്റെ സഹായികളായി നമ്മുടെ ഈ മൈതാനത്ത് എത്തിയിട്ടുണ്ട്. നമ്മുടെ ഈ പരിപാടി ഒരു തുടക്കം എന്ന നിലയിൽ കഴിഞ്ഞ വർഷം ഇതേ സ്ഥലത്ത് തന്നെയാണ് നമ്മുടെ പരിപാടി ഉണ്ടായിരുന്നത്. ഈ പ്രാവശ്യം വിപുലമായ നിലയിൽ നമ്മുടെ പരിപാടി ഒന്നുകൂടി കൊഴുപ്പിക്കാൻ നമ്മൾ തീരുമാനിക്കുകയും ആ തീരുമാനം നടപ്പിലാക്കാൻ നമ്മളെല്ലാവരും തയ്യാറായിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണുന്നത്. ഇന്ന് മഴയുണ്ടാകുമോ ഇല്ലയോ എന്നൊരു വലിയ ഭയപ്പാടിലായിരുന്നു നമ്മളെല്ലാവരും. പക്ഷേ മഴ ഇല്ല എന്ന് തന്നെ പറയാം. അടുത്ത 4 വർഷത്തേക്ക് അടുത്ത 3 ദിവസത്തേക്ക് നമ്മളുടെ ഈ മഴയെ ആവാഹിച്ച് വേറെ തന്നെ വെച്ചിട്ടുണ്ട്, ഒരിക്കലും മഴ ഉണ്ടാവരുതേ എന്ന്. ഞാൻ ഓർക്കുന്നത് 4-5 മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു ബയോഗ്രഫി പരിപാടിയായി നടത്തിയിട്ടുണ്ട്. ഈ ബയോഗ്രഫി നടത്തുന്ന സമയത്ത് നമ്മളെല്ലാവരും മഴയെ പഴിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് ആ മഴയെ മാറ്റി നിർത്തിക്കൊണ്ടാണ് അന്നത്തെ പരിപാടി നടക്കാൻ ഇടയായത്. അതുപോലെ ഈ വരുന്ന 3 ദിവസങ്ങളും മഴയില്ലാത്ത ദിവസങ്ങളായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ ആശംസിക്കുകയാണ്. പല മത്സരങ്ങളും ഈ പരിപാടിയോട് നടക്കുന്നുണ്ട്. ഇത് ജനങ്ങൾ സന്തോഷത്തോടെ സ്വീകരിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. വിപുലമായ കാറുകളുടെ ശ്രേണി, സ്കൂട്ടർ എന്നിവ വിൽപ്പനക്കും പരിശോധനക്കും ഇവിടെ സ്റ്റാളുകളിൽ ഒരുങ്ങി നിൽക്കുന്നുണ്ട്. മാഹി ഒരു ടൂറിസ്റ്റ് ഹബ്ബായി മാറുന്നതാണ് നാം കാണുന്നത്. അതിൽ നിന്ന് മാത്രമേ മാഹിക്ക് ഒരു ഉയർച്ച ഉണ്ട് എന്ന് പറയാൻ പറ്റൂ. നമ്മൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെടില്ലെങ്കിലും മാഹിയുടെ 2 പ്രധാന വരുമാന സ്രോതസ് എന്ന് പറയുന്നത് പെട്രോൾ, ഡീസലും മദ്യവുമാണ്. അത് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. മദ്യം എന്നത് നമ്മളൊന്ന് പറയും മറ്റൊന്ന് ചെയ്യും എന്ന നിലക്കല്ല.
ഞാനൊക്കെ ചെറിയ കുട്ടിയായിരുന്ന കാലത്ത് നിന്ന് എൻ്റെ കണ്ണുകൊണ്ട് കണ്ട കാര്യങ്ങളാണ് മദ്യം ഷാപ്പുകളുടെ എണ്ണക്കൂടുതൽ. 1980 മദ്യഷാപ്പുകൾ വന്നതിന് ശേഷം പിന്നീട് മദ്യഷാപ്പുകളൊന്നും നിന്ന് ലൈസൻസ് കൊടുത്തിട്ടില്ല. അത് ടൂറിസം നിലയിൽ വന്ന ചില മാറ്റങ്ങൾ കൊണ്ട് ഉണ്ടായതല്ലാതെ മറിച്ച് ഏറ്റവും കൂടുതൽ മദ്യഷാപ്പുകളുടെ എണ്ണം വെച്ച് നോക്കിയാൽ അത് 1980 വന്ന മാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയ ഒരു സാഹചര്യം മാത്രമായിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത്. തീർച്ചയായും നമുക്ക് ഈ സ്ഥാപനം, സബർമതി എന്ന ഈ കൊച്ചു സ്ഥാപനം നല്ല നിലയിൽ നടക്കട്ടെ. ഇതിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ ആത്മാർത്ഥമായി നെഞ്ചിലേറ്റി നടത്തുന്ന ഒരുപറ്റ ചെറുപ്പക്കാരുണ്ട്. അവരെയൊക്കെ അഭിനന്ദിക്കുക എന്നൊരു കർമ്മം മാത്രമേ എനിക്ക് ചെയ്യേണ്ടതായിട്ടുള്ളൂ. ഇതെങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും. നമ്മൾ ചെടി കുഴിച്ചിട്ടാൽ വെള്ളം നനക്കുന്ന ഉത്തരവാദിത്വം മാത്രം നമ്മൾ ഏറ്റെടുക്കുന്ന പോലെ തന്നെ ഈ സബർമതി എന്ന ഈ വൃക്ഷം അതിൽ ആവശ്യമായ വളവും അതേപോലെ വെള്ളവും ഉപയോഗിച്ചാൽ അത് വളർന്ന ഒരു വലിയ വേദിയിലുള്ള ഒരു മരമായി തന്നെ അത് മാറും. അതുകൊണ്ട് ഈ പരിപാടി 4 ദിവസമുണ്ട്. ഇന്ന്, നാളെ, മറ്റന്നാൾ, അതിൻ്റെ 6, 7, 8, 9 ഈ 4 ദിവസങ്ങളിലും നിങ്ങൾ എല്ലാവരും വരണം. ഇന്നത്തെ പോലെ ഈ പരിപാടികൾ കാണാനും കാണിക്കാനുമുള്ള തീരുമാനത്തിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത്. നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയംഗമായ അഭിവാദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ദൈവം നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി. പങ്കെടുക്കാനായതിലും ഇവരുമായി സംവദിക്കാനായതിലും ഈ പരിപാടി ഇവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ സാധ്യമാകാൻ എനിക്ക് അവസരം തന്നതിലും ഞാൻ ഏറെ സന്തോഷവനാണ് എന്നിവിടെ സൂചിപ്പിക്കുകയാണ്. മാഹിയുടെ സബർമതി എന്ന് പറയുമ്പോൾ തന്നെ ഒരുപറ്റം ആളുകൾക്ക് വളരെയധികം ദൂരവീക്ഷണത്തോടു കൂടി മയ്യഴിയുടെ സാമൂഹിക സാംസ്കാരിക രംഗത്തും ടൂറിസം ഉൾപ്പെടെയുള്ള രംഗങ്ങളിൽ മയ്യഴിയെ ഇന്ത്യയുടെ ഏറ്റവും വലിയ അതിൻ്റെ ഉന്നത ശൃംഖങ്ങളിൽ എത്തിക്കുവാനുള്ള തീവ്രമായ ശ്രമത്തിൻ്റെ ഒരു ഭാഗം എന്ന നിലയിലാണ് ഇത്തരം പരിപാടികളുമായി സബർമതി മുന്നോട്ട് പോകുന്നത് എന്നതിൽ തന്നെ ഏറെ ചാരിതാർത്ഥ്യമുണ്ട്, സന്തോഷമുണ്ട്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അതിലൊന്ന് നമ്മുടെ ബഹുമാനനായ മുൻ ആഭ്യന്തരമന്ത്രി വത്സരാജാണ്. കാരണം വിവിധങ്ങളായ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നതിൽ അദ്ദേഹത്തിനുള്ള നൈപുണ്യം, അത് ഒന്ന് മാത്രമാണ് ഈ സബർമതി പിറക്കാനുള്ള കാരണമെന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. മയ്യഴി മഹോത്സവം പോലെയുള്ള പരിപാടികളും നമ്മുടെ വോക്ക്വേ പോലെയുള്ള പുതിയ പദ്ധതികളും ഈ സബർമതി പോലെ വിവിധങ്ങളായ പരിപാടികൾ ആളുകളെ ആകർഷിക്കുവാനും അവരുടെ മനസ്സറിഞ്ഞുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ഇഷ്ടമുള്ള ആളുകൾ ഇവിടെ എത്തിക്കുവാനുള്ള അങ്ങനെ വ്യത്യസ്തമായ പരിപാടികൾ ഈ സബർമതിയുടെ നേതൃത്വത്തിൽ സാമൂഹിക സാംസ്കാരിക രംഗത്ത് ഊന്നൽ കൊടുത്തുകൊണ്ട് നടത്തുന്ന ഈ പരിപാടി ഇതുകൂടെ ചേർത്തുകൊണ്ടാണ് ഇവിടെ ഇതിന് ആരംഭം കുറിക്കുന്നത്. നേരത്തെ ഇതിൻ്റെ സംഘാടക സമിതിയുടെ അധ്യക്ഷൻ സ്വാഗത പ്രാസംഗം ഇവിടെ സൂചിപ്പിച്ചു. 3 വയസ്സ് മുതൽ 35 വയസ്സ് വരെ പ്രായമുള്ള വിവിധങ്ങളായ പരിപാടികൾ, കലാപരിപാടികൾ ഈ വേദിയിൽ ഇന്നിവിടെ അരങ്ങേറുകയാണ്. അതുകൊണ്ട് തന്നെ മയ്യഴിയെ സ്നേഹിക്കുന്ന, മയ്യഴിയുടെ സാമൂഹിക സാംസ്കാരിക രംഗത്ത് വലിയൊരു ഊന്നൽ കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരുപറ്റം ആളുകൾ, അതിൽ ഒരുപാട് ആളുകൾ സബർമതിയെ സ്നേഹിക്കുകയും ഈ രാഷ്ട്രീയ രംഗത്തൊക്കെ അതൊക്കെ മറന്നുകൊണ്ട് അതിനെ മാറ്റിവെച്ചുകൊണ്ട് വിവിധങ്ങളായ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ തന്നെ ഇതിൽ സംഘാടക സമിതിയിലും അതേപോലെ തന്നെ ഇതിൻ്റെ പ്രവർത്തന രംഗത്തും ഉണ്ട് എന്നത് നമുക്ക് വലിയ ഒരു സംഭാവനയാണ്. സബർമതിയെ സംബന്ധിച്ച് നമുക്കറിയാം, ഇവിടെ ഇപ്പോൾ ഈ സ്റ്റാളുകളൊക്കെ തന്നെ
ഈ ഭക്ഷ്യരംഗത്ത് വലിയ സംഭാവന നൽകിയ ആളുകളാണ് ഇവിടെ ഈ സ്റ്റാളുകളൊക്കെ അവതരിപ്പിച്ചത്. ഉദ്ഘാടനം നിർവഹിക്കാൻ ബഹുമാന്യനായ പുതുച്ചേരി മുഖ്യമന്ത്രി രംഗസ്വാമിയും ഗവർണറും മറ്റു മന്ത്രിമാരും ഈ വരുന്ന 14-ാം തീയതി മയ്യഴിയിൽ എത്തുകയും അത് മാത്രമല്ല മദർ തെരേസ നഴ്സിംഗ് കോളേജ് എന്ന നിലയിൽ ആ കോളേജും ഏറെ സങ്കീർണമായി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയ നമ്മുടെ രാജീവ് ഗാന്ധി ആയുർവേദ മെഡിക്കൽ കോളേജിന്റെ അവിടെയുള്ള പഞ്ചകർമ്മയുടെ ഒരു വിഭാഗവും OPയുടെ വിഭാഗവും ഉദ്ഘാടനം ചെയ്യുകയാണ്. അത് ഏതാണ്ട് 4,47 ലക്ഷം രൂപയുടെ പദ്ധതിയാണ് രണ്ടാമതായി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. ഇതൊക്കെ തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് കൊടുത്ത വാക്കായിരുന്നു. മാത്രമല്ല നമ്മുടെ മാഹി ജനറൽ ആശുപത്രിയിൽ പ്രവർത്തിച്ചു വരുന്ന ഭക്ഷണശാല അത് വളരെയധികം മോശമായ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ അതിന് തുടക്കം കുറിച്ച് 2022-ലാണ് അത് പൂർത്തീകരിച്ചു. നമുക്ക് ഒരു സെപ്പറേറ്റ് കിച്ചൺ ബ്ലോക്ക് ഉണ്ടാക്കുകയും അതിൻ്റെയും ഉദ്ഘാടനം അന്ന് ഇവിടെ നടത്തുകയാണ്. പിന്നെ നമുക്ക് മാഹിയിൽ മാഹി ജനറൽ ആശുപത്രിയിൽ എല്ലാ തരത്തിലുള്ള സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരെ കൊണ്ടുവരാൻ നമുക്ക് സാധ്യമായിട്ടുണ്ട്. അങ്ങനെ വരുന്ന സന്ദർഭത്തിലാണ് ഈ ബോൺ സ്പെഷ്യലിസ്റ്റ് 2 ആളുകളാണ് മാഹിയിൽ പ്രവർത്തിച്ചു വരുന്നത്. മിക്ക ഓപ്പറേഷൻ നമുക്ക് ചെയ്യാൻ സാധ്യമാവാത്ത ഒരു സാഹചര്യം വന്നപ്പോൾ സിയാം എന്ന് പറയുന്ന ഏതാണ്ട് 80 ലക്ഷത്തോളം രൂപ വരുന്ന ഒരു മെഷീൻ മാഹിയിൽ കൊണ്ടുവന്നതുകൊണ്ട് ഏതാണ്ട് മുട്ടുമാറ്റൽ ശസ്ത്രക്രിയ വരെ നമുക്ക് നടത്താനാവുന്ന തരത്തിലാണ് മാഹി ആശുപത്രിയിൽ ഇപ്പോൾ ആ മെഷീൻ കൊണ്ടുവന്നിട്ടുള്ളത്. മറ്റൊന്ന് നമ്മുടെ സൂപ്രണ്ട് ഓഫ് പോലീസിന്റെ കെട്ടിടമാണ്. ആ കെട്ടിടവും ഈ വരുന്ന 14-ാം തീയതി 3 തട്ട് ഉള്ള ആ കെട്ടിടവും കൂടാതെ നമ്മുടെ ഈ ഐക്യകുമാരൻ മാസ്റ്റർ റോഡിൽ റെയിൽവേ സ്റ്റേഷൻ റോഡിൽ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. അത് ഞാൻ വളരെയധികം സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിനപ്പുറത്ത് ബഹുമാന്യനായ വത്സരാജ് തുടങ്ങി വെച്ച മയ്യയുടെ അരഞ്ഞാണം എന്നറിയപ്പെടുന്ന മയ്യയുടെ പുളിയോര നടപ്പാത അതിന്റെ 1-ാം ഫേസും 3-ാം ഫേസും പൂർത്തിയാവുകയും 2-ാം ഫേസ് കഴിഞ്ഞ 9 വർഷമായി അവിടെ നിലച്ചുപോയതാണ്. അതിന്റെ കോൺട്രാക്ടർ ഗവൺമെന്റിനെതിരെ കേസ് കൊടുക്കുകയും ആ കോൺട്രാക്ടർക്ക് 80 ലക്ഷം രൂപ വരെ കോടതി പ്രഖ്യാപിച്ച ഒരു സാഹചര്യത്തിൽ അതിൽ നിന്ന് മാറ്റിയെടുത്തുകൊണ്ടാണ് അതിന് 2ാമത് ടെൻഡർ വെച്ചുകൊണ്ട് അതിന്റെ പ്രവർത്തനം കഴിഞ്ഞ മാസം ആരംഭിച്ചതും ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. നിങ്ങളെല്ലാവരും എല്ലാ ദിവസവും ഇവിടെ വന്നെത്തി ഇതിനു വേണ്ട എല്ലാ തരത്തിലുള്ള പ്രോത്സാഹനങ്ങളും ഈ പവനയിൽ നിർത്തിയിട്ടുള്ള എല്ലാ ഭക്ഷണങ്ങളും രുചിച്ചു നോക്കി അതിൻ്റെ അഭിപ്രായങ്ങളും അത് നിലനിർത്തുവാനുള്ള നമ്മുടെ സമൂഹത്തിൽ നിലനിർത്തി പുതിയ തലമുറക്ക് കൈമാറാനുമുള്ള എല്ലാ ശ്രമങ്ങളും നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ സന്നിഹിതരായിട്ടുള്ള മുഴുവൻ ആളുകളുടെയും സമ്മതത്തോടുകൂടി സബർമതിയുടെ 2ാം വർഷത്തിലുള്ള ഈ പരിപാടി ഈ വലിയ മഹത്തായ ഈ ഫുഡ് ഫെസ്റ്റിവൽ ഔപചാരികമായി ഇവിടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ഭാരത്. Regional Administrator, I take immense pride and it's a pleasure for me to witness that the November starts with such an amazing festival, especially when you see from here the moon is over there. It's almost full moon and I feel it like that November starting with the blessing of moon with this festival. Food is considered as a universal language and this year we started our winter with the universal language to propagate or to project Mahe how we want to be. We see that Mahe has immense potential as highlighted by former Home Minister and Honorable MLA. Now we are the second revenue generating region across entire Puducherry. But however, we are not contented and we want to progress further. We are looking how we can achieve the vision whatever the government has set for 2047. That one of the major component for Mahe is tourism. So whenever we think of tourism, how do we promote? We discuss with the Department of Tourism Puducherry and all other like consultants from various companies or everybody. So they say whatever that we do, there needs to be a local initiative. Local people has to come forward and they have to take a step forward. So like Bengaluru or Chennai, maybe from Hyderabad it's collected through flight and all. So the same way, Mahe is getting connected to more and more places. Nowadays we see more and more tourist crowd is coming into Mahe.
they are jumping in and coming up with the second edition of the event. It's a very amazing thing to do, and I hope like this kind of more and more local initiative will come up, because Malabar has got lot of food which has not been shown to outside the world. Like once if we come to Malabar region, then only we will witness the cuisines, various cuisines in Malabar. So as people from Tamil Nadu is coming, Bangalore is coming, this kind of events are much more needed to propagate or to project what we got and how good, not only the tasteful and how healthy these foods are. സാറ് പറഞ്ഞ കുറേ കാര്യങ്ങളെക്കുറിച്ച് ഉത്തരങ്ങളും പറയാനുണ്ട്. കാരണം 2004 മുതൽ ഞാൻ ഫുഡ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. എൻ്റെ സാറ് പറഞ്ഞതുപോലെ തന്നെ എൻ്റെ ഫാദറാണ് എൻ്റെ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്. എൻ്റെ ഫാദറിനെ ആദ്യമായിട്ട് ഞാൻ കാണുമ്പോൾ ജോലിക്ക് പോയ സമയത്ത് 2004 ജനുവരി മാസത്തിലാണ് ഞാൻ പോകുന്നത്. അന്ന് ആദ്യമായി എൻ്റെ ഫാദറിനെ ഞാൻ കാണുന്നത് ഫാദർ വർക്ക് ചെയ്യുന്ന റെസ്റ്റോറൻറ്റ് കിച്ചൻ്റെ അകത്ത് വെച്ചാണ്. അന്ന് ആ മുഷിഞ്ഞിരിക്കുന്ന ഡ്രസ്സും ആ കൈ തൊട്ട് കഴിഞ്ഞാൽ തന്നെ ഈ കൈൻ്റെ ഈ ഭാഗത്ത് എപ്പോഴും നല്ല കല്ല് പോലെ ഉണ്ടാവും. കത്തി പിടിച്ച ആ കൈകൾ വർഷങ്ങളായിട്ട് 40 വർഷം ഈ ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്ത ആളാണ്. അതും ഒറ്റ കമ്പനിയിൽ. നിങ്ങൾ ആരെങ്കിലും വർക്ക് ചെയ്യുമോ? ഒരു കമ്പനിയിൽ നിങ്ങൾ 40 വർഷം വർക്ക് ചെയ്യുമോ? ആരെങ്കിലും 40 വർഷം ഒരു കമ്പനിയിൽ വർക്ക് ചെയ്ത ഒരാളാണ് എൻ്റെ ഫാദർ. അപ്പം ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. 2004 ഞാൻ ഈ ഒരു ഫുഡ് ഇൻഡസ്ട്രിയിൽ വരുന്നതും അതിനുശേഷം നീണ്ട 16 വർഷം 2019 വരെയൊക്കെ ഞാൻ ബഹ്റൈനിലുണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഞാൻ ഈ ഒരു culinary ആർട്സ് പഠിച്ചതും അതിൻ്റെ ഒരുമിച്ച് വർക്ക് ചെയ്തൊക്കെ അവിടെയാണ്. പിന്നെ സ്വന്തമായിട്ട് ബിസിനസ്സൊക്കെ തുടങ്ങി. കൊറോണ സമയത്ത് നാട്ടിലായി പോയി, തിരിച്ചു പോകാൻ പറ്റിയില്ല. അപ്പോൾ ആ സമയത്താണ് കൂടുതലായിട്ടും സോഷ്യൽ മീഡിയയിൽ വ്ളോഗിംഗ് എന്ന് പറഞ്ഞൊരു പരിപാടി തുടങ്ങുന്നത്. അപ്പോൾ എനിക്ക് അതിനെപ്പറ്റി വലിയൊരു ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല ആദ്യം. ഞാൻ ഇവിടെ വന്നപ്പം എനിക്കെന്ന് പറഞ്ഞാൽ എപ്പോഴും ജോലി ചെയ്തുകൊണ്ടേ ഇരിക്കണം, എനിക്ക് വെറുതെ ഇരിക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ അന്ന് നാട്ടിൽ വന്ന സമയത്ത് കൊറോണ വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കണ്ണൂരിലുള്ള 1-2 റെസ്റ്റോറൻറ്റിൽ വിളിച്ചപ്പം ഞാനിങ്ങനെ എൻ്റെ ഫുഡൊക്കെ ഇങ്ങനെ ഫോട്ടോസൊക്കെ അയച്ച് കൊടുത്തപ്പോൾ അവർ പറഞ്ഞു ഓക്കെ ഷെഫ് ഇവിടെ ജോയിൻ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അങ്ങനെ 2019 ഡിസംബർ 26-ാം തീയതിയാണ് ഞാൻ അവിടെ ജോയിൻ ചെയ്യുന്നത്. അതിനുശേഷം നമുക്കറിയാം ആ ഒരു കൊറോണ മഹാമാരി വന്ന സമയത്ത് ഒരുപാട് കടകൾ അടച്ച് ഇട്ടിരിക്കുകയായിരുന്നു. നമ്മുടെയൊക്കെ കടയിൽ ക്ലോസ് ആണെങ്കിലും ഡെലിവറി കൊടുക്കാം നമുക്ക്, പക്ഷെ പുറത്തുനിന്ന് ഇറങ്ങാൻ പാടില്ല, മാസ്ക് ഇടണം. അപ്പോൾ ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് വ്ളോഗേഴ്സ് ഉള്ളൊരു സമയമാണ്, അതായത് വന്നുകൊണ്ടിരിക്കുന്ന സമയം. ഒരു 3-4 വ്ളോഗേഴ്സ് ഇങ്ങനെ ആ സമയത്ത് ഇങ്ങനെ ആക്റ്റീവായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പം അവർ എൻ്റെ റെസ്റ്റോറൻറ്റിൽ വരാറുണ്ട്. പിന്നെ എനിക്ക് കിട്ടിയ ഒരു അറിവ് എന്ന് പറഞ്ഞാൽ ഒരു ഫോണും ഒരു ഇൻ്റർനെറ്റും ഒരു എന്താ പറയുക എന്തെങ്കിലും പറയാൻ കഴിവുള്ള ആളാണെങ്കിൽ ആൾക്ക് വ്ളോഗർ ആവാം. ആ സമയത്ത് ഞാൻ പഠിച്ചൊരു കാര്യമാണ്. അപ്പം ഞാൻ ചിന്തിച്ചു എൻ്റെ റെസ്റ്റോറൻറ്റിലേക്ക്, ഞാൻ കോണ്ടിനെൻ്റൽ ഷെഫാണ്. എൻ്റെ ഫുഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് മെഡിറ്ററേനിയൻ അതുപോലെ ഇറ്റാലിയൻ ഈ ടൈപ്പ് ഓഫ് ഫുഡാണ്. ഞാൻ അവിടെയാണ് വർക്ക് ചെയ്തതും. അപ്പം ഞാൻ കണ്ണൂരിൽ ആദ്യമായിട്ടൊരു ഫുഡ് കൾച്ചർ കൊണ്ടുവന്ന് ഞാനാണ് 2020. പക്ഷെ എന്നെ ആർക്കും അറിയാത്തത് കൊണ്ട് അത് ജനങ്ങളിലേക്ക് എത്തിയില്ല. അപ്പം അന്നൊക്കെ ഈ വ്ളോഗേഴ്സൊക്കെ വരും, എന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് പറയും നമ്മുടെ കേരള ഫുഡ് എന്ന് പറയുന്നത് നല്ല എരിവും പുളിയും ഉപ്പും ഒക്കെ നമുക്ക് അത്യാവശ്യം വേണം അല്ലേ. ഒരു മീൻ പൊരിച്ചൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റും. ഏറ്റവും കൂടുതൽ നാടൻ ഫുഡ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. അപ്പം അന്നൊക്കെ ഈ വ്ളോഗേഴ്സൊക്കെ വന്നിട്ട് ഈ ഫുഡ് വ്ളോഗൊക്കെ ചെയ്യും. അപ്പോൾ ചില സ്ഥലങ്ങളിലേക്ക് പോയിട്ട് നമുക്കറിയാം ആ സമയം ഭയങ്കരമായിട്ട് പിന്നെ ബുദ്ധിമുട്ടി പോകുന്നൊരു സമയമാണ്. അപ്പോൾ ചില ചെറിയ കടകളിലൊക്കെ പോയിട്ട് ഇവരെന്ത് ചെയ്യും, ആ ഫുഡ് കൊള്ളില്ല, അവിടെ പോകാൻ പാടില്ല, അതങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് അവരെ മാക്സിമം നെഗറ്റീവ് അടിച്ചിട്ട് അങ്ങനെ ഒരുപാട് കടകൾ അടിച്ചമർത്താൻ നോക്കിയിട്ടുണ്ട് ഈ വ്ളോഗേഴ്സ്. കാരണം അവർക്ക് അറിവില്ലായ്മ കൊണ്ടാണ്. അപ്പൊ ഞാൻ ചിന്തിച്ചു എന്തുകൊണ്ട് ഒരു ഫുഡ് ഇൻഡസ്ട്രിയെ പിടിച്ചു നിർത്തണം എന്നുണ്ടെങ്കിൽ അതൊരു ഷെഫ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടായിരിക്കും. കാരണം നിങ്ങൾ കണ്ടിട്ടുണ്ടോന്നറിയില്ല, ഞാൻ എവിടെയും കണ്ടിട്ടില്ല, ഷെഫുമാര് അവനവന്റെ ഫുഡ് മാത്രമേ പ്രൊമോട്ട് ചെയ്യൂ, മറ്റുള്ള ഫുഡ് പ്രൊമോട്ട് ചെയ്യില്ല. എൻ്റെ ഫുഡ്, എൻ്റെ ആക്ഷൻ, എൻ്റെ വാക്കിംഗ്, ഇത് ഞാൻ കത്തി പിടിക്കുന്നത്, ഇതൊക്കെയാണ് ഒരു ഷെഫ് പ്രൊമോട്ട് ചെയ്യും. പക്ഷെ ഞാനത് ഡിഫറെൻ്റ് ആയിട്ട് ചിന്തിച്ചു. ഞാൻ ചിന്തിച്ചു എന്തുകൊണ്ട് ഒരു ഷെഫിന് ഫുഡ് സ്പോട്ടുകൾ പരിചയപ്പെടുത്തിക്കൂടാ. ഒരു വ്ളോഗർ പരിചയപ്പെടുത്തുന്നതിനും നന്നായിട്ട് ഒരു ഷെഫ് പരിചയപ്പെടുത്തുകയാണെങ്കിൽ ജനങ്ങൾ ഒന്നുകൂടി അത് ഉൾക്കൊള്ളും. അതുപോലെ ഞാൻ വർക്ക് ചെയ്യുന്ന എൻ്റെ ഫാദർ ഇത്രയും വർഷം വർക്ക് ചെയ്ത ഇൻഡസ്ട്രി പിടിച്ചു നിർത്തേണ്ടത് എൻ്റെ കടമയാണ്. എല്ലാവരും വിശ്വസിക്കുമെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ ഇതാണ് സത്യാവസ്ഥ. ഞാൻ പണത്തിനെ മാത്രം സ്നേഹിച്ചിട്ടില്ല. ഇപ്പോഴും ഞാൻ പറയാണ്, ഞാൻ പണത്തിനെ മാത്രം സ്നേഹിച്ചിട്ടില്ല. എൻ്റെ സമൂഹം, എൻ്റെ നാട്, ഞാൻ ജനിച്ചു വളർന്ന നാട് നന്നാവണം എന്ന് ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ. അപ്പം അങ്ങനെ വന്നു
നമ്മൾ ഒരുപാട് ഫുഡ് വീഡിയോസ് ഒക്കെ ചെയ്തു. അതിനുശേഷം എൻ്റെ മകൻ വന്നു. എൻ്റെ മകൻ ജനിച്ചത് മുതലേ എൻ്റെ ഒരുമിച്ചാണ്. അവൻ ഉമ്മ വേണമെന്നില്ല, അവന് ഞാൻ മതി. അവൻ എല്ലായിടത്തും ഇവിടെ ഈവൻ ദുബായി പോകുമ്പോൾ പോലും അവൻ എൻ്റെ ഒരുമിച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ മുൻപോട്ട് വന്നുകൊണ്ടേയിരുന്നു. നിങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തു. ഞാൻ നിങ്ങൾക്ക് ഒരുപാട് സ്ഥലങ്ങൾ കാണിച്ചു തന്നു. അപ്പോൾ നിങ്ങൾ തന്ന സപ്പോർട്ടാണ് എന്നെ ഇവിടെ ഇവർ എത്തിച്ചത്. അതുപോലെ സാറൊരു കാര്യം നേരത്തെ പറഞ്ഞു, ഈ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നാടൻ ഭക്ഷണം കിട്ടുന്നില്ല എന്ന് പറഞ്ഞൊരു കാര്യം നേരത്തെ പറഞ്ഞു. ഞാനും ഏറ്റവും കൂടുതൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നല്ല കേരള തനിമയോട് കൂടിയിട്ടുള്ള നാടൻ ഭക്ഷണം നോക്കി നടക്കുന്ന ആളാണ് ഞാൻ. ഏതെങ്കിലും റെസ്റ്റോറൻറ്റ് കയറി എനിക്ക് ഇഷ്ടപ്പെട്ട അത് എന്തെങ്കിലും കണ്ട് ഞാൻ ഹൈജീനിക്ക് നന്നായിട്ട് നോക്കും. ഇഷ്ടമറിയാം. നമ്മളിനി ഹിന്ദി പഠിക്കണം എല്ലാവരും, ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും എല്ലാവരും ഹിന്ദി പഠിക്കണം. കാരണം നമ്മുടെ റെസ്റ്റോറൻറ്റുകളിൽ മലയാളി സ്റ്റാഫുകളില്ല. മലയാളികൾ എല്ലാവരും വിദേശത്തേക്ക് പോവുകയാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഏറ്റവും കൂടുതലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർത്ത് ഇന്ത്യൻ ആൾക്കാരാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം മുട്ടമാല പോലും ഉണ്ടാക്കുന്നത് അവരാണെന്നാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ കഴിഞ്ഞ ഒരു ദിവസം ഒരു റെസ്റ്റോറൻറ്റിൽ പോയപ്പോൾ അവിടെ നെയ്പത്തിരി ഉണ്ടാക്കുകയാണ്. ആര് ഭായ് ये क्या बना रहे ये है നെയ്പത്തിരി. ഈ സാധനം എന്താണ്, എങ്ങനെയാണ് ടേസ്റ്റ് എന്ന് പോലും ആ ആൾക്ക് അറിയില്ല. നമ്മുടെ കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുട്ടികളെ നമ്മൾ ചേർത്ത് പിടിക്കണം. നമ്മൾ ഒരു 2000 ആ കാലഘട്ടത്തിലേക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓരോ ആഴ്ചകളിലും പല വിധത്തിലുള്ള പ്രോഗ്രാമുകൾ ഉണ്ടാവും. സ്റ്റേജ് പ്രോഗ്രാമായിട്ടും പല എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാംസുകളും ഉണ്ടാവും. ഇപ്പം നമ്മുടെ നാട്ടിൽ പ്രോഗ്രാംസുകൾ വളരെ കുറവാണ്. അപ്പം ഇതുപോലുള്ള ഈ പിന്നെ ഫുഡ് ഫെസ്റ്റിവലൊക്കെ നടത്തണം എന്നാണ് ഞാൻ പറയുന്നത് എല്ലാ ഭാഗങ്ങളിലും. പിന്നെ പ്രത്യേകിച്ച് മാഹിയെക്കുറിച്ച് പറയാനാണെങ്കിൽ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള സ്ഥലമാണ്. ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് എൻ്റെ റെസ്റ്റോറൻറ്റ് ഇവിടെ ഗൂഡല്ലൂർ, തമിഴ്നാട്ടിൽ ഗൂഡല്ലൂരാണ് വർക്ക് ചെയ്യുന്നത്. ഇവർ അവിടെ പോലും ആൾക്കാർ മാഹിയെക്കുറിച്ച് പറയാറുണ്ട്. കാരണം മാഹിയെക്കുറിച്ച് പറയാൻ ഒരുപാടുണ്ട്. ചരിത്രങ്ങൾ ഉറങ്ങുന്ന മണ്ണാണ് മാഹി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ തലശ്ശേരി ഫുഡിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എവിടെ പോയി കഴിഞ്ഞാലും നമുക്ക് കാണാൻ പറ്റും തലശ്ശേരി ബിരിയാണി, തലശ്ശേരി ഭക്ഷണം ഉള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ കാര്യമുള്ളൂ. കേരളത്തിൽ ഏറ്റവും പേര് കേട്ട സ്ഥലമാണ് നമ്മുടെ തലശ്ശേരി, അല്ലേ? തലശ്ശേരി, മാഹി, കണ്ണൂർ, ഇതൊക്കെ ഒരുപാട് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ തന്നെ ഒരുപാട് പേര് കേട്ട സ്ഥലങ്ങളാണ്. അപ്പോൾ നിങ്ങളിൽ ഒരു കഴിവുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നല്ല ഫുഡ് ഉണ്ടാക്കാനുള്ള കഴിവുണ്ടെങ്കിൽ നിങ്ങൾ മുന്നോട്ടേക്ക് വരണം. ഇതുപോലുള്ള ഒരുപാട് വലിയ കടകളൊന്നും ആവശ്യമില്ല. ഇപ്പോഴത്തെ കാലത്ത് ചെറിയൊരു കിയോസ്ക് ഉണ്ടാക്കിയാൽ പോലും ജനങ്ങൾ അവിടെ ഭക്ഷണം കഴിക്കാൻ വരും. നല്ല ഭക്ഷണം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജനങ്ങൾ വന്ന് ഭക്ഷണം കഴിക്കുക തന്നെ ചെയ്യും. അപ്പം എല്ലാവരും ഈ രംഗത്തേക്ക് വരണം. കാരണം നമുക്ക് ഭക്ഷണം ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. ഭക്ഷണം ഉണ്ടെങ്കിലും ഭക്ഷണം ഊർജ്ജമാണ്, അല്ലേ? ഭക്ഷണം ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല. നല്ല ഭക്ഷണം കിട്ടുന്ന സ്ഥലങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര ദൂരങ്ങൾ വേണമെങ്കിലും നമ്മൾ പോകും. അതിനുള്ള ഉദാഹരണം നമ്മൾ കേരളം മലയാളികൾ തന്നെയാണ്. കാരണം മലയാളികൾ ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു 100 കിലോമീറ്റർ വരെ പോകും. അങ്ങനെ പോകുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഭക്ഷണം കഴിക്കാനായിട്ട് ലോങ് പോകുന്ന ആൾക്കാരുണ്ടോ? അവിടെ ഒരു മോള് കൈപോക്കുന്നുണ്ട്. ഉണ്ടോ ഭക്ഷണം കഴിക്കാനായിട്ട് ലോങ് പോകുന്ന? And thank you very much, sir. ഉമ്മയുടെ സ്വന്തം ലേഖകന് ആശംസകൾ ഇനിയും ഒരുപാട് ഉയരത്തിൽ എത്തട്ടെ. Now to be honored it is Sri Uttam. പ്രിയപ്പെട്ട ഉത്തമരാജ് മാഹി, അങ്ങയുടെ തൂലിക ഇനിയും ഒരുപാട് ചലിക്കട്ടെ. Sri KK Rajiv. രംഗത്ത് ഇന്നും സജീവമാണ്. സംഗീത രംഗത്ത് അങ്ങയുടെ യാത്ര ഇനിയും തുടരട്ടെ. Sri K Preman. ലാൻഡ്സ്കേപ്പിലും ചിത്രങ്ങൾ രചിക്കുന്ന ഇദ്ദേഹത്തിന് മാഹിയിൽ സ്വന്തമായി ആർട്ട് ഗാലറിയും ഉണ്ടായിരുന്നു.
ഇനിയും ഒരുപാട് വർണ്ണചിത്രങ്ങൾ രചിക്കാൻ അങ്ങേക്ക് സാധിക്കട്ടെ. അഭിനന്ദനങ്ങൾ. സതി ടീച്ചർക്ക് യൂണിവേഴ്സൽ ഗിന്നസ് വേൾഡ് റെക്കോർഡ് കരസ്ഥമാക്കിയത് ഫോട്ടോഗ്രാഫർ കൂടിയായ സതി ടീച്ചർക്ക് കേരള ലളിതകലാ അക്കാദമിയുടെ ഫോട്ടോഗ്രാഫി അവാർഡ് ലഭിച്ചിട്ട് ഇനിയും ഒരുപാട് കാലം അങ്ങേക്ക് ജൈത്രയാത്ര വിടാൻ സാധിക്കട്ടെ. ശ്രീമതി പ്രിയ രഞ്ജിത്തിന് ഇനിയും ഒരുപാട് കാലം കലാവേദികൾ തിളങ്ങാൻ ഇടയാകട്ടെ. ശ്രീമതി രേണുക വേണുഗോപാൽ രേണുകടിച്ച് ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഇനിയും കലാരംഗത്ത് ഒരുപാട് കാലം തുടരാൻ ശ്രീമതി രേണുക വേണുഗോപാലിന് കഴിയട്ടെ. Now to be honored it is Srimati Divya Pritesh. സ്നേഹിത കൂടിയാണ് ദിവ്യ ടീച്ചറെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നത്. ശ്രീ M.J. രഞ്ജിത്ത്. ശ്രീ രഞ്ജിത്ത് വെൽക്കം ടു മാഹി എന്ന സിനിമയുടെ പണിപ്പുരയിലാണ്. ശ്രീ രഞ്ജിത്ത് കലാക്ഷേത്രം ഡയറക്ടറാണ്. അദ്ദേഹത്തിന്റെ സമഫലമായിട്ടാണ് ഗിന്നസ് വേൾഡ് റെക്കോർഡ് മാഹിയിലേക്ക് എത്തിയത്. പ്രൈഡ് ഓഫ് പുതുച്ചേരി അവാർഡ്